വെൽക്കം ടു മൈ ചാനൽ. ഒരു മൂവി റിവ്യൂ ആയിട്ട് വന്നേക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മൂവി റിവ്യൂ ചെയ്യുന്നത്. ഞാനങ്ങനെ വലിയ ഒരു മൂവി ഫ്രീക്കോ ഒന്നും അല്ല കേട്ടോ. ബട്ട് എനിക്ക് ചില ടൈപ്പ് ഓഫ് മൂവി ജോണേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ ത്രില്ലർ, പിന്നെ എന്താ പറയുക, ഈ ക്രൈം, അങ്ങനത്തെ മൂവീസ് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഹോണ്ടിങ് ആയിട്ടുള്ള മൂവീസ്, ഹൊറർ മൂവീസ്, അങ്ങനത്തെ മൂവി, ആ ഒരു ജോണേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ഫോറൻസിക്, അഞ്ചാം പാതിര, ഇതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ട ഒരു കൂട്ടത്തിലെ ഒരാളാണ്. ബട്ട് എല്ലാ മൂവീസും കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ പറഞ്ഞിട്ട് സമയം കിട്ടുന്ന പോലെ എന്തെങ്കിലും ഒരു മൂവി വന്നു കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ്, ഇതുപോലെ OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പം കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്യാറുള്ളൂ. കാരണം കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് പോയി മൂവി കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഓക്കെ, അതാണ് എൻ്റെ മൂവി സൈറ്റ്സ്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല, സൂക്ഷ്മദർശിനി എന്നൊരു സിനിമ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു. ലൈക്ക് മോർ ദാൻ 2 weeks ആയി കണ്ടിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു മൂവി ഞങ്ങൾ കണ്ടതാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ ആയിരുന്നു ഞങ്ങൾ കണ്ടത്. അപ്പം ഞാൻ നസ്രിയയുടെ വലിയൊരു ഫാനാണ്. വലിയൊരു ഫാൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞുകൊണ്ട് എനിക്ക് ഫാൻ ബേസ് ഇല്ല കേട്ടോ. ഞാൻ ഈ ആളുടെ സിനിമ മാത്രമേ കാണുള്ളൂ, അല്ല ഈ വ്യക്തിയുടെ സിനിമ മാത്രമേ കാണുള്ളൂ, എനിക്ക് ബാക്കിയുള്ളവരെ ഇഷ്ടമല്ല എന്നൊരു ടൈപ്പല്ല ഞാൻ. ആരെങ്കിലും ഗുഡ് അറ്റ് സംതിങ് ഞാൻ അവരുടെ മൂവീസ് കാണാറുണ്ട്. സോ സ്പെസിഫിക് അല്ല, നസ്രിയയുടെ മൂവീസ് എനിക്ക് ഇഷ്ടമാണ്. നസ്രിയയുടെ എക്സ്പ്രഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിക്കാറുണ്ട്. അതുപോലെ തന്നെ ബേസിൽ ജോസഫിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ബേസിൽ ജോസഫിൻ്റെ മൂവീസ് ഞാൻ ഈയിടെയായിട്ട് കണ്ടിട്ടുണ്ട്. ഹീസ് എ വെരി ഗുഡ് ഡയറക്ടർ, ഹീസ് എ വെരി ഗുഡ് ആക്ടർ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൂക്ഷ്മദർശിനി സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ആ സിനിമ കണ്ടു. I really like the movie from the movie point of view. But എനിക്ക് ഒരു നെഗറ്റീവ് സൈഡ് അതിനകത്ത് തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ, ഒരുപാട് റിവ്യൂസ് ഞാൻ ആ സൂക്ഷ്മദർശിനി സിനിമയുടെ ഞാൻ കണ്ടു. ആരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. സോ ഐ തോട്ട് ഐ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂവി ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ഒരു കോമിക്കൽ വേയിലാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഡയലോഗ്സ്, ഫണ്ണിയായ രീതി. ഓക്കെ, വി ലൈക്ക് ഇറ്റ്. മൂവി നമുക്ക് ഒറ്റ ജോണറിൽ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടായിരിക്കാം പബ്ലിക്കിന് അങ്ങനത്തെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ആ മൂവി അങ്ങനെ കാണിച്ചത്. ബട്ട് അതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ അതിനകത്ത് നമുക്ക് ഒരു ബ്രൂട്ടൽ ക്രൈം അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒരു ബ്രൂട്ടൽ മർഡർ നടന്നിട്ടുണ്ട്. ആ മർഡർ, പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തിങ്ങനത്തെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ഗിവിങ് ഐഡിയാസ്. അടുത്ത ക്രൈം അതിനെ തുടർന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ ശരിക്കും സംഭവിക്കാറുണ്ട്. ദൃശ്യം വന്നു, ദൃശ്യം സ്റ്റൈലിൽ നടന്നു. അങ്ങനെ ഓരോരോ സിനിമകൾ വരുമ്പോൾ ഈ ക്രിമിനൽസിന് ഓരോരോ ഐഡിയാസ് കിട്ടുകയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് സൂക്ഷ്മദർശിനി. ഈ സൂക്ഷ്മദർശിനി സിനിമയ്ക്കകത്ത് ഞാൻ പോയിന്റ് ചെയ്ത് പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഫ്രം മൈ വീഡിയോ. സോ ഈ സിനിമയ്ക്കകത്തും ഒരുപാട് ഐഡിയാസ് ക്രിമിനൽസിനെ കിട്ടുന്നുണ്ട്. പിന്നെ ചിലർ പറയാറുണ്ട്, സിനിമ കാണുന്ന രീതിയിൽ അങ്ങ് എടുത്തിട്ട് പോയാൽ പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കാണും, നമ്മൾ ആ രീതിയിൽ എടുക്കും. പക്ഷേ ഈ ക്രൈം ടെൻഡൻസി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ റെക്കോർഡുള്ള ആൾക്കാർ എപ്പോഴും എന്ത് കണ്ടു കഴിഞ്ഞാലും അവരതിൽ നിന്ന് ഒരു പോയിന്റ് അവർക്ക് കിട്ടുന്നോ എന്ന് മാത്രമേ അവർ നോക്കുകയുള്ളൂ. സോ അങ്ങനെ ഒരുപാട് ഐഡിയാസ് ഈ സിനിമയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു നടന്നിട്ടുണ്ട്. ആ ക്രൈമിനെ ഒരു ബ്രൂട്ടലായിട്ട് തന്നെ ഒരു മർഡർ തന്നെയാണ് ആ സിനിമയ്ക്കകത്ത് കാണിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ കൊന്നു കഴിഞ്ഞിട്ട് ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. അതെങ്ങനെ ആ ഒരു സീൻ കംപ്ലീറ്റ് വാനിഷ് ചെയ്യാന്ന് വരെ നമുക്ക് ആ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിദ്യയെ വരുന്ന ആ സ്റ്റെയിൻ ആണെങ്കിൽ പോലും ഫണ്ണിയായ രീതിയിൽ എടുക്കുക, കളക്ട് ചെയ്യുക, കൊടുക്കുക, അതിൻ്റെ റിസൾട്ട് വരിക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇതിനകത്തെ ആ ഒരു ബ്രൂട്ടാലിറ്റി എന്തുകൊണ്ടാണ് അതും ഒരു ഫണ്ണിയായിട്ട് കാണിക്കുന്നത്? ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഫണ്ണി, റൈറ്റ്? അതൊരു കോമിക്കായ രീതിയിൽ കാണിക്കേണ്ട കാര്യമല്ല. ഐ ടോട്ടലി അഗ്രി. സൂക്ഷ്മദർശിനി എന്ന രീതിയിലാണ് അത് കാണിച്ചേക്കുന്നത് എന്നുണ്ടെങ്കിൽ മേ ബി ദ ഫസ്റ്റ് ഹാഫ് അവർക്ക് ഫണ്ണി ആയിട്ട് കാണിക്കുക, കുറച്ച് കോമിക്ക് കൂടുതൽ കാണിച്ചിട്ട് സെക്കൻഡ് ഹാഫ് BGM വരെ അവർ ഫണ്ണി ആയിട്ടാണ് ആ മൂവിക്കകത്ത് BGMs ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചില BGMs ഈ പറയുന്ന കൂട്ട് നമുക്ക് ഭയങ്കര ഒരു മറ്റേ എന്താ പറയാൻ
ത്രില്ലർ മൂഡിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാലും പിന്നെ അതങ്ങ് ഫണ്ണി ആയി പോവുക. മേ ബി ദ ഡയലോഗ്, അവരുടെ ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ ഡയലോഗ്സ് ആ രീതിയിലായി പോവുക. അപ്പോൾ എനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യമാണോ ഇതെന്ന് എനിക്കറിയത്തില്ല. ഞാനപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്. അപ്പം ആൾക്ക് ചെറിയ ഒരു 1% അഭിപ്രായമുണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ. അപ്പം എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മളൊരു മൂവി, ലെറ്റ് ദ മൂവി ബി കോമിക് ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഒരു കോമിക് വേർഷനായിട്ട് ആ മൂവി കൊണ്ടുപോകും. പക്ഷെ ആ മൂവിക്കകത്തുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് കോമിക്കായിട്ട് കാണിക്കുക എന്ന് പറയുമ്പോഴേ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് അല്ലേ? അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് വരെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു സംഭവം കാണത്തില്ലായിരിക്കും. മേ ബി ഇവർ ചുമ്മാ ഇങ്ങനെ മനസ്സിൽ കരുതി നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലായിരിക്കും, അതായിരിക്കും ഈ മൂവി ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ്. അതിനകത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ലാസ്റ്റിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നു, അതൊക്കെ ഓക്കെ. ലാസ്റ്റിൽ അറസ്റ്റ് ചെയ്യുന്നു, അതെല്ലാം ഓക്കെയാണ് കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് ആ സിനിമ അങ്ങനെ എടുക്കണമായിരുന്നു. ലൈക്ക് അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ കോമിക്കായിട്ടും കുറച്ച് കൊണ്ടുപോകായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സിനിമ വേണേ ആ ത്രില്ലർ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ആ ക്രൈം എന്ന രീതിയിൽ തന്നെ ആ സിനിമ കാണിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഐ ഡോണ്ട് നോ പബ്ലിക് സജഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പബ്ലിക് റിവ്യൂ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടായിരുന്നു, ആരും ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പം എനിക്ക് തോന്നി ഒരു ക്രൈം അതിനകത്ത് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ തന്നെ കാണിക്കണം ടു പബ്ലിക്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, ബിക്കോസ് നമ്മുടെ നാട്ടിൽ എന്നും ക്രൈം കൂടി വരികയാണ്. ദേ ഗെറ്റിംഗ് ഐഡിയാസ്, ദേ ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ഒരിക്കലും അതൊരു ഫണ്ണി ആയിട്ടല്ലേ ഒരു കോമിക്കൽ വേയിൽ അവർക്ക് ചെന്നെത്തിക്കാൻ പാടില്ല എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ റിവ്യൂവിലൂടെ പറയുന്നത്. എൻ്റെ ഈ ഒരു അഭിപ്രായം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്ത് പറയാം. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റാൻഡ് അലോൺ ഈ ഒരു റിവ്യൂവില്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ അബൌട്ട് ദ പബ്ലിക് റിവ്യൂ. കാരണം എല്ലാവരും പറയുന്ന പോലെ തന്നെ ഐ ടോട്ടലി അഗ്രി, നമ്മൾ ആ മൂവി പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ കാണണം. പക്ഷെ നമ്മളെല്ലാവരും ഒരുപോലെ അല്ലല്ലോ ആ സിനിമ കാണുന്നത്, അല്ലെ? ഒരുപോലത്തെ ആൾക്കാരല്ല ഈ ലോകത്തുള്ളത്. സോ എല്ലാവരും നമ്മൾ കൺസിഡർ ചെയ്ത് വേണം ഒരു മൂവി എടുത്തു കഴിഞ്ഞാൽ അത് ഡെലിവറി ചെയ്യുന്നത് ആ രീതിയിൽ വേണം ടു പബ്ലിക് എന്ന് എനിക്ക് തോന്നി. സോ ഇഫ് യു ഗൈസ് ഹാവ് സെയിം ഒപ്പീനിയൻ ലൈക്ക് മീ, ഡു കമൻറ്റ്, ഡു ഷെയർ. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ റിവ്യൂ ചെയ്യുന്നത്, പക്ഷെ ഞാൻ അത്ര ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ റിവ്യൂ തരുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാ സിനിമയെക്കുറിച്ചും ഒന്നും റിവ്യൂ ചെയ്തിട്ടേ ഇല്ല, ഞാൻ റിവ്യൂവേ ചെയ്തിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് മീ. എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻസി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഐ ട്രൈ ടു മെയിൻറ്റെയിൻ ദ കൺസിസ്റ്റൻസി ഓഫ് മേക്കിംഗ് വീഡിയോസ്. താങ്ക് യു സോ മച്ച് for all your love. Thank you so much. Take care. Bye bye.